സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് ആസ്തെറ്റിക് ടെക്നിക്സ് എന്ന് പറയുന്ന പേപ്പറിലെ യൂണിറ്റ് 2ന്റെ കണ്ടിന്യൂഷൻ ആണ്. നെക്സ്റ്റ് വരുന്നത് ലാരിഞ്ചോസ്കോപ്സ് ആണ്. ലാരിഞ്ചോസ്കോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു മെഡിക്കൽ ഡിവൈസ് ആണ്. ലാരിങ്സ്, വോക്കൽ കോഡ്സ്, എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ആ ഒരു ഏരിയ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്കോപ്പാണ് ലാരിഞ്ചോസ്കോപ്പ്. ഓക്കെ, ഇനി അതിൻ്റെ അനാട്ടമിയും അതിൻ്റെ കമ്പോണൻസ് ആണ് പറയുന്നത്. അതിനൊരു ഹാൻഡിൽ, പിന്നെ ഒരു ബ്ലേഡ്, ഒരു ലൈറ്റ് സോഴ്സ്, ഇങ്ങനെയാണ് ഈ ഒരു ലാരിഞ്ചോസ്കോപ്പിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്ടുകൾ വരുന്നത്. ഹാൻഡിൽ നമുക്ക് ബാറ്ററി ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ മെറ്റലായിട്ട്, അതായത് അതിൻ്റെ കൺവെൻഷനിൽ വരുന്നത് എന്താണ്? അതൊരു മെറ്റൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആയിട്ടുള്ളതുകൊണ്ടാണ് അത് മെയ്ഡ് ചെയ്തേക്കുന്നത് എന്നാണ് പറയുന്നത്. ബ്ലേഡ് എന്ന് പറയുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ബ്ലേഡാണ്, അതായത് ഒരു കേർവ്ഡ് ആയിട്ടുള്ള ബ്ലേഡും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എപ്പിഗ്ലോട്ടിസിന്റെ ഭാഗത്തേക്ക് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്. കേർവ്ഡ് ആയിട്ടുള്ള ബ്ലേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്ട്രെയിറ്റർ ബ്ലേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പിഗ്ലോട്ടിസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് അത് യൂസ് ചെയ്യുന്നത്. ലൈറ്റ് സോഴ്സ് പറയുന്നത് ഫൈബർ ഒപ്റ്റിക് ബണ്ടിലാണ്, അല്ലെങ്കിൽ LED ലൈറ്റ് സോഴ്സ് ആണ് വരുന്നത് ലാരിഞ്ചോസ്കോപ്പിന്. അത് നമുക്ക് ഓറൽ ക്യാവിറ്റിയും ഫാരിങ്സും ഒക്കെ ബെറ്റർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ടൈപ്സ് വരുന്നത് പല ടൈപ്പുകളുണ്ട്. നമുക്ക് കൺവെൻഷണൽ ലാരിഞ്ചോസ്കോപ്പും വീഡിയോ ലാരിഞ്ചോസ്കോപ്പും. അതായത് കൺവെൻഷണൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ മില്ലർ ബ്ലേഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ക്ലിനിക്കൽ പ്രാക്ടീസിന് വേണ്ടി ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡയറക്റ്റ് ലാരിഞ്ചോസ്കോപ്പിനെയാണ് നമ്മൾ കൺവെൻഷണൽ ലാരിഞ്ചോസ്കോപ്പ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് നോൺ ഡിസ്പോസിബിൾ ഉണ്ട്. അതിൽ തന്നെ പ്ലാസ്റ്റിക് ഹാൻഡിൽസും ഡിറ്റാച്ചബിൾ ആയിട്ടുള്ളത്, അതായത് നമുക്ക് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റുന്ന ബ്ലേഡ്സ് ഒക്കെയാണ് അതിൽ വരുന്നത്. രണ്ടാമത് പറയുന്നത് വീഡിയോ ലാരിഞ്ചോസ്കോപ്പുകളാണ്. അത് ഡിജിറ്റൽ ഇമേജിംഗ് ടെക്നോളജിയാണ് വരുന്നത്. നമുക്ക് ലാരിങ്സ് ഒക്കെ മോണിറ്ററിങ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ വീഡിയോ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അത് നമുക്ക് എന്താണ്? എയർവേയുടെ ഡിഫിക്കൽട്ടിയും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഡോക്യുമെന്റേഷൻ ചെയ്യാനായിട്ടും നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഫസ്റ്റ് വരുന്നത് എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷൻ ആണ്. ഇൻഡിക്കേഷൻസ് പറയുന്നത് ടു സെക്യൂർ ദ എയർവേ ഡ്യൂറിങ് സർജറി, അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഫെയിലിയർ മാനേജ് ചെയ്യാനായിട്ട്, എയർവേയിൽ വരുന്ന അൺകോൺഷ്യസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് പേഷ്യൻസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രൊസീജിയർ വരുന്നത് ഒരു എൻഡോട്രക്കിയൽ ട്യൂബ് ഇൻസേർട്ട് ചെയ്യാണ് നമ്മുടെ വോക്കൽ കോഡ് വഴി ട്രക്കിയിലേക്ക്. അത് ലാരിഞ്ചോസ്കോപ്പിന്റെ വിഷ്വലൈസേഷനോട് കൂടെയാണ് നമ്മളത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇനി എമർജൻസി എയർവേ മാനേജ്മെന്റ്, അതായത് റാപ്പിഡ് സീക്വൻസ് ഇൻറ്റുബേഷൻ, RSI എന്നാണ് അതിനെ പറയാ. ലാരിഞ്ചോസ്കോപ്പി വഴി നമുക്ക് ക്വിക്കായിട്ട് എയർവേ ക്രിട്ടിക്കൽ ഇഞ്ചുവേർഡ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് എമർജൻസി എയർവേ മാനേജ്മെന്റ്. ക്രിട്ടിക്കൽ കെയറിൽ, അതുപോലെ തന്നെ ഇന്റൻസീവ് കെയർ യൂണിറ്റ്സിലും നമുക്ക് ഈ ഒരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള വെന്റിലേഷൻ, എയർവേ പ്രൊട്ടക്ഷൻ, അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു എമർജൻസി എയർവേ മാനേജ്മെന്റ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി അതിൽ പറയുന്ന എൻഡോട്രക്കിയൽ ട്യൂബ് എന്താണെന്നാണ്? അതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ട്യൂബാണ്. നമുക്ക് നോസ് വഴിയോ മൗത്ത് വഴിയോ ട്രക്കിയിലേക്ക് നമുക്ക് ഒരു ട്യൂബ് ഇറക്കുകയാണ് ചെയ്യുന്നത്. മെഡിക്കേഷൻസിന് വേണ്ടിയിട്ടോ, അതുപോലെ തന്നെ O2 കൊടുക്കാനോ, അതുപോലെ അനസ്തീഷ്യ കൊടുക്കാനോ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എൻഡോട്രക്കിയൽ ട്യൂബ് യൂസ് ചെയ്യുന്നത്. അതിന്റെ അനാട്ടമിയും കമ്പോണൻസും പറയുന്നത്. ട്യൂബിന്റെ ഡിസൈൻ വരുന്നത്, മെറ്റീരിയൽ വരുന്നത് PVC ആണ്, അല്ലെങ്കിൽ പോളിവിനൈൽ ക്ലോറൈഡ് ആണ്. അതല്ലെങ്കിൽ സിലിക്കോൺ ആയിട്ടാണ്. അത് ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനത്തെ മെറ്റീരിയൽ വെച്ചിട്ട് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ഒരു കഫ് വരുന്നുണ്ട്. അതൊരു ഇൻഫ്ലേറ്റബിൾ കഫാണ്. അതിന്റെ നിയർ ആയിട്ട് ഒരു ഡിസ്റ്റൽ എൻഡും, അതുപോലെ തന്നെ അത് ട്രക്കിയയുടെ ഭാഗത്താണ് വരുന്നത്. ആസ്പിറേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത് പറയുന്നത് ഒരു കണക്ടറാണ്. സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു കണക്ഷൻ വരുന്നത് കണക്ട് ET ട്യൂബ് ടു ദ ബ്രീത്തിങ് സർക്യൂട്ട് ഓർ വെന്റിലേറ്റർ ട്യൂബിങ്. സൈസ് പറയുന്നത് പല സൈസുകളുണ്ട്. അത് ഓരോരുത്തരുടെ ഏജും ജെൻഡറും അനുസരിച്ച് സൈസിൽ ചേഞ്ച് ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. ഇനി ET ട്യൂബിന്റെ ടൈപ്സ് ആണ് പറയുന്നത്. കഫ്ഡ് ആയിട്ടുള്ള ET ട്യൂബ് ഉണ്ട്, അൺകഫ്ഡ് ആയിട്ടുള്ള ET ട്യൂബ് ഉണ്ട്, സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന ET ട്യൂബ് ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് കഫ്ഡ് ആയിട്ടുള്ള ET ട്യൂബ്? അത് നമുക്ക് ആസ്പിറേഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ടും, എന്താണ് പിന്നെ പോസിറ്റീവ് പ്രഷർ വെന്റിലേഷന് വേണ്ടിയിട്ടും, ഓക്സിജനേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അൺകഫ്ഡ് ആയിട്ടുള്ളതാണെങ്കിലോ പീഡിയാട്രിക് യൂസിന് വേണ്ടിയിട്ടാണ് കോമൺ ആയിട്ട് അത് യൂസ് ചെയ്യുന്നത്. സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഡബിൾ ലൂമൻ ട്യൂബ്സ് ഉണ്ടായിരിക്കും. അത് നമുക്ക് എന്തിനു വേണ്ടിയാണ്? ലങ്സിന്റെ ഇൻഡിപെൻഡൻസിയും കൂടെ നമുക്ക് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുന്നത് റീഇൻഫോഴ്സ്ഡ് ട്യൂബ്സ് ആണ്. അതിൽ നമുക്ക് എന്താണ്? ഇൻറ്റുബേഷൻ ചെയ്യാനും വെന്റിലേഷൻ ചെയ്യാനും ടൈമിൽ നമുക്ക് എന്തെങ്കിലും റീഇൻഫോഴ്സ്മെന്റ് ആവശ്യമാണെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആണിത് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് പ്രൊസീജിയേഴ്സ് ആൻഡ് ടെക്നിക്സ് ആണ്. ഇൻറ്റുബേഷൻ ടെക്നിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡയറക്റ്റ് ലാരിഞ്ചോസ്കോപ്പി വെച്ച് നമ്മൾ വിഷ്വലൈസേഷൻ ചെയ്ത് ET ട്യൂബ് വോക്കൽ കോഡ് വഴി ട്രക്കിയിലേക്ക് ഇറക്കുകയാണ് ചെയ്യുന്നത്.
ഇനി നെക്സ്റ്റ് പറയുന്നത് സെക്യൂർമെന്റ് ആൻഡ് മെയിൻ്റനൻസ് ആണ്. ഈ ടി ട്യൂബ് സെക്യൂർ ആയിട്ട് അത് നമ്മൾ ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ ആക്സിഡന്റൽ ഡിസ്പ്ലേസ്മെന്റ് ഇല്ലാതിരിക്കാനായിട്ട് അത് പ്രിവെന്റ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ സെക്യൂർ ആണോ എന്നുള്ളത് നോക്കുക, അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്കത് ഇറക്കുന്ന സമയത്ത് സക്ഷനിങ്ങോ കാര്യങ്ങളോ ആവശ്യമാണെങ്കിൽ സെക്രേഷൻസ് ഒക്കെ എടുക്കണമെങ്കിൽ അതൊക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കോംപ്ലിക്കേഷൻസിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് എയർവേസ് ആണ്. നമുക്ക് എയർവേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ പേഷ്യൻ്റ് റെസ്പിറേറ്ററി ഏരിയനെ അനസ്തീഷ്യ ഇൻജെക്ഷൻ ചെയ്യുന്ന സമയത്തും എമർജൻസി സിറ്റുവേഷൻസിലും ഒക്കെ യൂസ് ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, എയർവേ ഡിവൈസുകൾ യൂസ് ചെയ്യുന്നത്. എയർവേ ഡിവൈസുകൾ എന്തൊക്കെയാണ് ടൈപ്സ് പറയുന്നത്, ഫസ്റ്റ് വൺ ഓറോഫാരിഞ്ചൽ എയർവേ ആണ്, രണ്ടാമത് പറയുന്നത് നാസോഫാരിഞ്ചൽ എയർവേ, മൂന്നാമത് പറയുന്നത് സൂപ്രാഗ്ലോട്ടിക് എയർവേ. ഇത്രയാണ് നമുക്ക് കോമൺ ആയിട്ട് എയർവേ ഡിവൈസുകൾ വരുന്നത്. ഓറോഫാരിഞ്ചൽ എയർവേയിൽ നമുക്ക് എന്തായിരിക്കാം, ഒരു കർവ്ഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഡിവൈസ് ആണ് വരുന്നത്. അത് ഓറോ എന്ന് പറയുമ്പോൾ എന്താണ്, ഇൻസേർട്ടഡ് ഇൻ ടു ദ മൗത്ത് ടു കീപ് ദ ടങ് അവേ ഫ്രം ദ പോസ്റ്റീരിയർ ഫാരിഞ്ചൽ വാൾവ്. അത് നമുക്ക് എന്താണ്, അൺകോൺഷ്യസ് പേഷ്യൻസിനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. രണ്ടാമത് വരുന്നത് നാസോഫാരിഞ്ചൽ എയർവേ. നാസോഫാരിഞ്ചൽ എയർവേ ആവുമ്പോൾ എന്താണ്, അതും ഈ പറഞ്ഞ പോലെ തന്നെ സോഫ്റ്റ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ട്യൂബാണ്. നോസ് വഴി നാസോഫാരിങ്സിലാണ് നമ്മളത് അതുവഴിയാണ് നമ്മൾ അത് ഇറക്കുന്നത്. അതുപോലെ തന്നെ കോൺഷ്യസ് പേഷ്യൻസിനെ ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സ്യൂട്ടബിൾ ഫോർ യൂസ് വെൻ ഓറൽ ആക്സസ് ഈസ് റെസ്ട്രിക്റ്റഡ്, അതായത് ഓറൽ ആക്സസ് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ടൈമിലാണ് നമ്മൾ നെയ്സിൽ വഴി ഈ ഒരു ട്യൂബ് ഇറക്കുന്നത്. മൂന്നാമത്തെയാണ് സുപ്രാഗ്ലോട്ടിക് എയർവേസ്. ലാരിഞ്ചൽ മാസ്ക് എയർവേ എന്നും അതിന് പേരുണ്ട്. അതൊരു കർവ്ഡ് ആയിട്ടുള്ള മാസ്ക് ഡിവൈസ് ആണ്. നമ്മുടെ ഫാരിങ്സിലേക്കാണ് അത് ഇൻസേർട്ട് ചെയ്യുന്നത്. അത് നമ്മളുടെ ലാരിഞ്ചൽ ഇൻലെറ്റിലേക്ക് ആ ഒരു ഏരിയ, ആ ഭാഗം സീലാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് അതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുന്നത് ഈസിയർ ആൻഡ് ഫാസ്റ്റർ ഇൻസേർഷൻ കമ്പയർഡ് ടു ഇ ടി ട്യൂബ്, അതായത് എൻഡോട്രക്കിയൽ ട്യൂബിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഈസിയും ഫാസ്റ്ററുമാണ് ഈ ഒരു സുപ്രാഗ്ലോട്ടിക് എയർവേയുടെ ഇൻസേർഷൻ എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് അപ്ലിക്കേഷൻസ് ആൻഡ് കൺസിഡറേഷൻസ് ആണ്. എമർജൻസി എയർവേ മാനേജ്മെന്റ്, അതായത് എന്തെങ്കിലും റിസസിറ്റേഷൻ മെത്തേഡിന്റെ ടൈമിൽ അൺകോൺഷ്യസ് അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് ഇതൊരു എമർജൻസി ആയിട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഡിഫിക്കൽട്ട് എയർവേസിൽ, അതായത് സുപ്രാഗ്ലോട്ടിക് എയർവേസ് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ എൻഡോട്രക്കിൽ ഇൻറ്റുബേഷൻ ചെയ്യുന്ന ആ ഒരു കണ്ടീഷൻ അതൊരു ഡിഫിക്കൽട്ട് ആകുമ്പോഴാണ് അതൊരു എമർജൻസി സിറ്റുവേഷനിലേക്ക് പോകുന്നത്. നെക്സ്റ്റ് പറയുന്നത് അനസ്തീഷ്യ ഇൻജെക്ഷന്റെ ടൈമിലാണ്. നമുക്ക് റുട്ടീൻ യൂസ് പറയുന്നത് എന്താണ്, വെന്റിലേഷൻ, ഗ്യാസ് എക്സ്ചേഞ്ച്, സർജറിയുടെ ടൈമിലൊക്കെ നടക്കുമ്പോൾ നമുക്ക് അനസ്തീഷ്യ ഇൻജെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അതിൽ റിസ്ക് റിഡക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോപ്പർ സൈസിങ്ങും ഇൻസേർഷൻ ടെക്നിക്കും കറക്റ്റ് ആവുമ്പോൾ നമുക്ക് എന്താണ്, എയർവേയിൽ ഉണ്ടാകുന്ന ട്രോമാസും കോംപ്ലിക്കേഷൻസ് ഒക്കെ മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്നാണ് പറയുന്നത്. പ്രൊസീജിയറൽ കൺസിഡറേഷൻസ് ആൻഡ് സേഫ്റ്റി പ്രോട്ടോകോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ടെക്നിക്സ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ്, അതിൽ പറയുന്നത് പ്രിപ്പറേഷൻ ആണ്. എക്യുപ്മെന്റ് ചെക്ക് ചെയ്യുക കറക്റ്റ് അല്ലെങ്കിൽ അത് ലാരിഞ്ചോസ്കോപ്പ്, ഇ ടി ട്യൂബ്സ്, എയർവേ ഒക്കെ സ്റ്റെറൈൽ അല്ലേ എന്നുള്ളത് നോക്കുക. പേഷ്യന്റിന്റെ അസസ്മെന്റ്, അതായത് പേഷ്യന്റിന്റെ എയർവേ അനാറ്റമി എങ്ങനെയാണ്, കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ പേഷ്യന്റ് അസസ്മെന്റ് വഴി നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. രണ്ടാമത് പറയുന്നത് ടെക്നിക് മാസ്റ്ററി ആണ്. സ്കിൽ ഡെവലപ്മെന്റ് ആണ് അതിൽ ഫസ്റ്റ് പറയുന്നത്. രണ്ടാമത് പറയുന്നത് ഓൾട്ടർനേറ്റീവ് അപ്രോച്ചുകളാണ്. അതായത് സ്കിൽ ഡെവലപ്മെന്റിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, റെഗുലർ ട്രെയിനിങ്ങും എക്സസൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എയർവേ മാനേജ്മെന്റ് ടെക്നിക്കിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റീവ് അപ്രോച്ച് പറയുന്നത് ഫെമിലിയാരിറ്റി വിത്ത് ബാക്കപ്പ് ഡിവൈസ് ആൻഡ് ടെക്നിക്സ്, അതായത് ഫൈബർ ഓപ്റ്റിക് ഇൻറ്റുബേഷനോ സർജിക്കൽ എയർവേയോ ഒക്കെ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എന്താണ്, എയർവേയുടെ ഡിഫിക്കൽട്ടി മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മൂന്നാമത് പറയുന്നത് മോണിറ്ററിംഗ് ആൻഡ് കൺഫർമേഷൻ ആണ്. അതിൽ പറയുന്നത് കണ്ടിന്യൂസ് അസസ്മെന്റ്, കൺഫർമേഷൻ ഓഫ് പ്ലേസ്മെന്റ് ആണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ മോണിറ്ററിംഗ് ചെയ്യാം, കൺഫർമേഷൻ ചെയ്യാൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, മോണിറ്ററിംഗ് ചെയ്യുമ്പോൾ ഓക്സിജനേഷനും വെന്റിലേറ്റർ സ്റ്റാറ്റസ്, ഇൻറ്റുബേഷനും പോസ്റ്റ് പ്രൊസീജിയേഴ്സിന്റെയും ഇതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ മോണിറ്ററിംഗ് ചെയ്യാം. അതുപോലെ തന്നെ യൂട്ടിലൈസ് മൾട്ടിപ്പിൾ മെത്തേഡ്സ്, അതായത് ഓസിലേഷൻ, കാപ്നോഗ്രഫി, ചെസ്റ്റ് എക്സ്റേ ഇതൊക്കെ നോക്കി കൺഫർമേഷൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് സേഫ്റ്റി പ്രോട്ടോകോൾ ആൻഡ് ഗൈഡ് ലൈൻസ് ആണ്. ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സേഫ്റ്റിയിൽ ആദ്യം നോക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റെറൈൽ ടെക്നിക്കാണ് നമ്മൾ എപ്പോഴും, ഈ ഒരു അസെപ്റ്റിക് ടെക്നിക്കാണ് നമ്മൾ ഇൻറ്റുബേഷൻ ചെയ്യുന്ന സമയത്ത്, എയർവേ മാനേജ്മെന്റ് പ്രൊസീജിയേഴ്സ് ചെയ്യുന്ന സമയത്തൊക്കെ ചെയ്യുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഡിസ്പോസിബിൾ എക്യുപ്മെന്റ്സ് ആണെങ്കിൽ ഡിസ്പോസ് ചെയ്യുക, അതുപോലെ റീയൂസ് ചെയ്യേണ്ടതാണെങ്കിൽ അത് വാഷ് ചെയ്ത് സ്റ്റെറൈൽ ആക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് കോംപ്ലിക്കേഷൻ മാനേജ്മെന്റ് ആണ്.
കോംപ്ലിക്കേഷൻ മാനേജ്മെന്റിൽ എന്താണ് ഇമ്മീഡിയറ്റ് റെസ്പോൺസ്, അതായത് പ്രോംപ്റ്റ്ലി മാനേജ് കോംപ്ലിക്കേഷൻസ് സച്ച് ആസ് എയർവേ ഒബ്സ്ട്രക്ഷൻസോ ട്യൂബ് ഡിസോൾവ്മെന്റോ അല്ലെങ്കിൽ ഹൈപ്പോക്സിയ ആ ഒരു ഇൻക്യുബേഷന്റെ ടൈമിൽ നമുക്ക് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ടീം കമ്മ്യൂണിക്കേഷൻ, അതായത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഹെൽത്ത് കെയർ ടീം മെമ്പേഴ്സ് തമ്മിലുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം എന്താണ് ഈ ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ കോംപ്ലിക്കേഷൻസോ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും എന്നാണ് പറയുന്നത്. അതുപോലെ മെയിൻ്റനൻസിലും ക്വാളിറ്റി അഷുറൻസിലും എക്യുപ്മെന്റിന്റെ മെയിൻ്റനൻസ് ക്ലിയറിംഗ് ചെയ്യുക, ക്ലീൻ ചെയ്യുക, സ്റ്റെറിലൈസേഷൻ ചെയ്യുക, ഫങ്ഷണൽ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ തന്നെ അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ചെക്ക് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ്മെന്റ് ചെയ്യുക. മാനേജ്മെന്റ് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കി ഡോക്യുമെന്റ് ചെയ്യുക. എന്തെങ്കിലും മെയിൻ്റനൻസോ വർക്കുകളോ കാര്യങ്ങളോ അതിൽ ചെയ്യാനുണ്ടെങ്കിൽ അത് നോക്കി അതനുസരിച്ച് അത് വർക്ക് ചെയ്ത് നമുക്ക് വർക്കിംഗ് കണ്ടീഷനിലേക്ക് അത് ആക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇത്രയാണ് ലാരഞ്ചോസ്കോപ്പ് അല്ലെങ്കിൽ എൻഡോട്രക്കിയൽ ട്യൂബ്, എയർവേയിൽ എങ്ങനെയൊക്കെയാണ് അത് വർക്ക് ചെയ്യേണ്ടത്, അതിന്റെ അനാട്ടമി എന്താണ്, ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ടൈപ്സ്, അപ്ലിക്കേഷൻസ്, പ്രൊസീജിയറൽ ആയിട്ടുള്ള കൺസിഡറേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഇത്രയൊക്കെയാണ് അതിലുള്ളത്. ഓക്കെ.